ഹലോ ഗൈസ്, അപ്പോൾ ഞാൻ ഇന്ന് എൻ്റെ രാവിലത്തെ കുറച്ച് വിശേഷങ്ങൾ കാണിച്ചു തരാം. രാവിലെ തന്നെ നല്ല പൊരിഞ്ഞ വെയിലേനു കേട്ടോ. അതുകൊണ്ട് എൻ്റെ അമ്മ വേഗം തിരുമ്പിയൊക്കെ ഇടുന്നുണ്ടായിരുന്നു. അങ്ങനെ പെട്ടെന്ന് അത് സ്വിച്ച് ഇട്ട പോലെ ഒരൊറ്റ മഴ പെയ്യല്. അതുകൊണ്ട് ആ തിരുമ്പിയത് അങ്ങനെ തന്നെ അകത്തേക്ക് കയറ്റേണ്ടി വന്ന്. പിന്നെ ഞാൻ നേരെ ഇത്തിരി കട്ടൻ ചായ എടുത്ത് കുടിച്ചിട്ടുണ്ടായിരുന്നു. ഇനി നമുക്ക് കിടന്ന് എണീച്ച സ്ഥലം ഒന്ന് റെഡിയാക്കി എടുക്കണം. ഇങ്ങനെ കൊട്ടിട്ട് കാര്യമില്ല, ഇത് ഞാൻ തന്നെ പോയി വൃത്തിയാക്കണ്ടേ. അപ്പം നമ്മൾ ഇതാ ബെഡ്ഷീറ്റൊക്കെ മടക്കി വെച്ച് സെറ്റ് ആക്കുന്നുണ്ട്. വൃത്തിയാക്കി കഴിഞ്ഞാൽ എന്തെങ്കിലും ഒരു ബൊമ്മനെ എടുത്തുങ്ങോട്ട് ഇങ്ങനെ നടക്കിൽ വെച്ചാൽ എനിക്കൊരു സാറ്റിസ്ഫാക്ഷൻ കിട്ടും. ഇന്നലെ രാത്രി വരുമ്പോൾ കറി വെക്കാനുള്ള ഒന്നും കിട്ടാത്തത് കൊണ്ട് ഇന്ന് രാവിലെ തന്നെ അമ്മ പറഞ്ഞിട്ടുണ്ട് ചിക്കൻ വാങ്ങാനായിട്ട്. എനിക്കാണെങ്കിൽ രാവിലെ പീടിയെ പോകുന്നതേ ഇഷ്ടമില്ല. അങ്ങനെ അതൊക്കെ വാങ്ങി വന്നതിന് ശേഷം പ്രേമി പിന്നെ ഇന്ന് അടുക്കളയിൽ കയറാമെന്ന് വിചാരിച്ചു. അപ്പം ഞാൻ വിചാരിച്ചു ഇന്ന് പുറം പണി എന്തായാലും എടുക്കാം. നമ്മൾ ഡിവൈഡ് ചെയ്തെടുക്കുമ്പോൾ അത്ര ബുദ്ധിമുട്ടുള്ളതായിട്ട് തോന്നുന്നില്ല. അപ്പോൾ ഞാനിത് അടിച്ചു വാരി തുടക്കൽ അങ്ങനത്തെ പരിപാടിയിലൊക്കെ കടന്നിട്ടുണ്ട്. അപ്പോൾ കുറച്ച് ഡ്രസ്സൊക്കെ ഉണ്ടായിരുന്നു. ഇത് തലേ ദിവസത്താണ്. അപ്പോൾ അത് നേരെ മടക്കി എടുത്ത് വെക്കുന്നുണ്ട്. എനിക്കാണെങ്കിൽ പുറം പണി ചെയ്യാനാണ് കൂടുതൽ ഇഷ്ടം. അതാകുമ്പോൾ എൻ്റെ പണി പെട്ടെന്ന് അടുക്കളയിലാകുമ്പോൾ ഇത്ര പെട്ടെന്ന് എൻ്റെ പണി കഴിയില്ല. ഇപ്പം മിക്ക ആൾക്കാരുടെ വീട്ടിലും ഇത് തന്നെയാണല്ലോ അവസ്ഥ. വീട് ഫുള്ളോ ഇതാ ഡ്രസ്സ് ആറിയിട്ടൊക്കെയാണ്. അങ്ങനെ ഇതെൻ്റെ പണിയൊക്കെ തീർന്നു കഴിഞ്ഞപ്പോഴത്തേക്കും എനിക്ക് വിശക്കാൻ തുടങ്ങി. അങ്ങനെ ഞാൻ വേഗം പോയി ചായ കുടിച്ചിട്ടുണ്ടായിരുന്നു കേട്ടോ. അപ്പോൾ ഇന്ന് ഇതാ ഡ്യൂട്ടിക്ക് പോകുമ്പം ഈ ഒരു ഡ്രസ്സാണ് ഇടുന്നത്, ജീനും പിന്നെ അതേപോലെ തന്നെ ഷർട്ടാണത്. ഈ ഷർട്ട് ഞാൻ സ്റ്റിച്ച് ചെയ്യിപ്പിച്ച ഷർട്ടാണ് കേട്ടോ. അപ്പോൾ ബാക്കിയുള്ള വീഡിയോസ് ഒന്നും എടുക്കാനുള്ള ടൈം ഇല്ലായിരുന്നു. ഇതാണ് ഫൈനൽ ലുക്ക്. അപ്പം ഈ ഒരു ബാഗ് ഞാൻ ഓഫ്ലൈൻ ആയിട്ട് വാങ്ങിയതാണ്. ജസ്റ്റ് 350 റുപ്പീസ് ഉണ്ടായിരുന്നുള്ളൂ. അത്യാവശ്യം നല്ല വർത്ത് ആയിട്ടുള്ള ബാഗാണ് ഗൈസ്. ഇനി ഞാൻ നേരെ ഡ്യൂട്ടിക്ക് പോട്ടെ, എനിക്ക് തീരെ ടൈമില്ല. അപ്പോൾ ഇനി എന്തായാലും അടുത്ത വീഡിയോയിൽ കാണാം കേട്ടോ.